നമസ്കാരം. കേരളത്തിൻ്റെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരേ ചോദ്യം 10 തവണ ചോദിച്ച് റിപ്പോർട്ടർ ചാനലിലെ മാധു സജി എന്ന അവതാരക എനിക്ക് തന്നെ നാണം തോന്നുന്നു എന്ന് സ്വയം പറയേണ്ട ഒരു അവസ്ഥ വന്നു. സംവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ടും സംവാദത്തിന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന അവരുടെ ഹീറോ ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഏത് വിഷയത്തിലും എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആ ചർച്ച നിങ്ങളെ ബോധ്യപ്പെടുത്തും. കാര്യം വയനാടുമായി ബന്ധപ്പെട്ട് 3 ചോദ്യം, ആ 3 ചോദ്യം കൃത്യമായി നേരിട്ട് ഉന്നയിക്കുമ്പോൾ അതിലെങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്നത്? അങ്ങ് സതീശനിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനലിൽ എത്തുമ്പോൾ അവരുടെ ചർച്ചയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സ്പോക്ക് പേഴ്സൺ ഉൾപ്പെടെയുള്ളവർ എന്താണ് ആ വിഷയത്തിലെ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉരുണ്ടു മാറുന്നത്, തെന്നി മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ മികച്ചൊരു ഉദാഹരണം ഇനി കാട്ടിത്തരാനേ കഴിയില്ല. ഒരു അവതാരക പറയുകയാണ് എനിക്ക് തന്നെ നാണക്കേട് തോന്നിയെന്ന്. ശ്രീ വി ആർ അനൂപ്, ഇപ്പം വയനാടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ചോദ്യം പ്രതിപക്ഷം നേരിടേണ്ടി വരുന്നത്. ഇന്ന് കുറച്ച് മുമ്പിട്ടിരിക്കുന്ന പോസ്റ്റിൽ പോലും കൃത്യമായി മുഖ്യമന്ത്രി ചോദിക്കുന്നത് എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ആ പണം ഏത് അക്കൗണ്ടിൽ എന്നുള്ളതാണ്. 3 ചോദ്യം വളരെ ഷാർപ്പാണ്. മറുപടി ഉണ്ടോ? ഞാൻ അതിലേക്ക് വരാനേ അങ്ങനെ പോലെ പ്രതിനിധി SFIയുടെ സംസ്ഥാന ഞാൻ വരാം മാധു. ഞാൻ എനിക്ക് അനുവദിച്ച സമയത്തിൽ മാധു പറഞ്ഞ ആ വിഷയം സ്പർശിച്ച് അതിന് മറുപടി പറഞ്ഞു. സംവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശേഷം വിഷയം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഒരു ചർച്ച എങ്ങനെ പോകണം എന്നുള്ളത്. ശരി, അപ്പൊ വയനാട് പറയൂ. തീർച്ചയായും ഞാൻ പറഞ്ഞതല്ല. ഞാൻ വയനാട്ടിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം, ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ CPMന്റെ പ്രതിനിധി പറയുന്നത് എന്താണെന്നറിയോ? നേരിട്ടുള്ള സംവാദത്തിൽ മുൻ പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് തോൽപ്പിച്ച് പരിക്ഷീണിതനാക്കി എന്നൊക്കെയാ. ഇതൊരു ഫാൻ ബോയ് ഭാവനയാണെന്നേ. മുഖ്യമന്ത്രി അങ്ങനെ നേരിട്ട് ഇവരെയൊക്കെ കുത്തി മലർത്തി തോൽപ്പിച്ചെങ്കിൽ ഇപ്പോഴും നേരിട്ട് വരാൻ എന്താ കുഴപ്പമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഫയൽവാൻ ജയിച്ച് ഫയൽവാൻ തോറ്റ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ നേരിട്ട് തോൽപ്പിച്ചു എന്ന് പറയുന്ന ഏകപക്ഷീയമായ വിഷയത്തിൽ പോകേണ്ടതുണ്ട്. ഞാൻ വയനാടിനെ കുറിച്ച് തന്നെ പറയാം. മാധു അങ്ങനെ ആവർത്തിച്ച് വയനാട്ടിലേക്ക് വരുമെന്ന്. അല്ല ഞാൻ അങ്ങോട്ട് വരാന്നേ. എനിക്കും ഇത് ഈ പറയുന്ന നിങ്ങൾ സംസാരിച്ചപ്പോൾ അതിനിടയിൽ കയറി പറയാൻ അറിയാഞ്ഞിട്ടാണോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കും, ഞാൻ അതിലേക്ക് വരാം. ഞാൻ മാധുവും ഞാനുമായിട്ടുള്ള സംഭാഷണം ഇടയിൽ നിന്ന് ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കയറി വരേണ്ട കാര്യം കുറച്ചു നേരം കേൾക്ക്. മൻ കി ബാത്ത് നടത്തല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ വളരെ തുടക്കത്തിലെ പറഞ്ഞു. തീർച്ചയായും വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താ? കോൺഗ്രസ് ഒരു പണപ്പിരിവ് നടത്തുന്നു. അത് ഈ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനാണ്. അതിനകത്ത് കോൺഗ്രസ് ഈ പറയുന്ന വീട് വെച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിന് വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, കോൺഗ്രസ് ഫണ്ട് മേടിച്ച് സ്വരുക്കൂട്ടിയ സ്ഥലത്ത് DYFI കുടില് കെട്ടുമെന്ന് പറയുന്ന അങ്ങേയറ്റം തനി തെമ്മാടിത്തത്തിലേക്ക് DYFI വന്നിരിക്കുകയാണ്. ഇവിടെ അല്ല അങ്ങനെയാണെങ്കിൽ മാധവി ചോദിക്കേ, ഈ ചർച്ചക്കിടയിൽ ചോദിക്കേ, പയ്യന്നൂരിൽ ഇവരുടെ തന്ത്രമാണ്. ഇത് നേരത്തെ പറഞ്ഞ കള്ളക്കളിയാണ്. ഇത് നാട്ടുകാരെടുക്കില്ല. അല്ല, ഞാൻ പയ്യന്നൂരിലെ കാര്യം ചോദിച്ചിട്ടേ അങ്ങോട്ട് ഈ കാര്യം ചോദിക്കാൻ പറയുള്ളൂ. കള്ളക്കളിയല്ല. അല്ലല്ല, പയ്യന്നൂരിലെ കാര്യം ഞാൻ സഞ്ജീവിനോട് ചോദിക്കാം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ടിൽ? 3 ചോദ്യമുള്ളൂ. പയ്യന്നൂരില്ല. ഇവിടെ ഈ എന്തുകൊണ്ട് പയ്യന്നൂരില്ല? പയ്യന്നൂർ ഞാൻ അവരോട് ചോദിച്ചോളാം. അങ്ങേ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഒരു നേതാവ് വന്ന് അല്ല അങ്ങനെ അക്കൗണ്ടബിലിറ്റി രണ്ടുപേർക്ക് തുല്യല്ലേ? ഞങ്ങൾ നടത്തിയ ഒരു ഫണ്ട് പിരിവിനെ അല്ല അത് ചോദിക്കാനുള്ള ധാർമ്മികത ഇവിടെ CPM ഇല്ലാതെ എന്ന സംശയം. മൃതദേഹത്തെ കാശുണ്ടാക്കുകയാണെന്ന് അല്ല ഞാൻ പറയാലോ. അതിനകത്തുള്ള സാങ്കേതിക കാര്യങ്ങൾ 100 വട്ടം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിശദീകരിക്കപ്പെട്ട കാര്യമാണെന്നേ. കേരളത്തിൽ CPM ഒരു അജണ്ടയുണ്ട്. ഈ പറയുന്ന CPMന്റെ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ പ്രതിരോധിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറില്ല. ഏത് അക്കൗണ്ടിൽ? ഞങ്ങൾ അതിന് തയ്യാറില്ലാതെ ഈ ചോദ്യം
അല്ല, തിരിച്ച് അതേ ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ടല്ലോ. സ്വരാജിനെ പോലൊരു നേതാവ് വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾ നടത്തുന്നത് ശവം തൂക്കലാണ് എന്ന് പറയുമ്പോ സ്വരാജിന്റെ പാർട്ടി രക്തസാക്ഷിയുടെ ഫണ്ട് കാര്യത്തിൽ സ്വന്തം രക്തസാക്ഷിയുടെ ശവം തൂക്ക് നടത്തിയ പാർട്ടിയല്ലേ? ഇവർക്ക് എന്ത് ആധികാരികതയാണ്, ഇവർക്ക് എന്ത് അവകാശമാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാനുള്ളത്? ആ പാർട്ടിക്ക് ഇത് നോക്കൂ, CPM അല്ല ചോദ്യം ചോദിച്ചത്, ഞാനാണ്. ഓരോ വിഷയം എടുക്കാന്ന് പറഞ്ഞ് ഞാനാണ് വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചത്. അങ്ങ് CPM-നെ വിടുന്നേ. എത്ര പണം, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്, ഞാനാ ചോദിക്കുന്നേ. മാധുവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഭരണനിർവഹണമാണോ കാണേണ്ടത്, ഒരു പാർട്ടി നടത്തിയ പണപ്പിരിവുമായുള്ള പ്രതിപക്ഷത്തോട് എനിക്ക് ഭരണനിർവഹണത്തെ പറ്റി ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഭരണനിർവഹണത്തെ പറ്റി CPM-നോട് ചോദിക്കാം. ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുന്നേ. അല്ല, ഇതിനകത്ത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളെ ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മാധുവിനെ പോലെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള എന്റെ ഉത്തരവാദിത്തം അവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രതിപക്ഷം ഇറങ്ങി പുറപ്പെട്ട ഒരു പ്രോജക്റ്റിൽ അല്ല, കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രോജക്ട് എന്താണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഞാനത് സർക്കാരിനോട് ചോദിക്കാം. എനിക്ക് പ്രതിപക്ഷത്തിരുന്ന സർക്കാർ പ്രതിപക്ഷം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പ് വയനാട്, അതിനെപ്പറ്റിയല്ലേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റൂ? ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ വേണമെങ്കിൽ, എത്ര തുക, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്? ഇതൊന്നും ഇല്ലെങ്കിൽ സംവാദം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലോ കേട്ടോ. കേരളത്തിന്റെ ഇതേ ചോദ്യം അല്ല അതൊക്കെ മാധുവിന്റേതായ കാര്യങ്ങളിലേക്ക് പറയാം. ഈ സംവാദം പറ്റുന്ന പണിയായതുകൊണ്ടാണല്ലോ സ്വരാജിനെ പോലുള്ള ആളുകൾ സംവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഏകപക്ഷീയമായി ഇത്തരം ശവം തൂക്ക് പ്രസ്താവനകളുമായിട്ട് വരുന്നത്. ഞങ്ങൾ സംവാദം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വരാജ് എത്രയോ വേദികൾ പറഞ്ഞു എനിക്ക് ഇപ്പോഴത്തെ ചാനൽ സംവാദങ്ങളോട് താല്പര്യമില്ല. എന്നിട്ടൊരു പത്രസമ്മേളനം വിളിക്കുന്നു, ഒറ്റയടിക്ക് പറയുന്നു ശവം തൂക്കലാണ്. എന്നാൽ മറിച്ച് രക്തസാക്ഷികളുടെ ശവം തൂക്കൽ നടത്തുന്ന പാർട്ടിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാട്ടില്ല. പിണറായി വിജയൻ തൊട്ട് സ്വരാജ് വരെയുള്ള ആളുകൾക്ക് ഈ സംവാദം എന്ന് പറയുന്ന ഒരു പരിപാടി പറ്റിയതല്ലെന്നേ. മുതിർന്നുപോയ നേതാക്കളല്ലേ? നോക്കൂ, VD സതീശൻ മുമ്പ് ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ലേ? അദ്ദേഹം ഇപ്പൊ ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ നിർത്തിപ്പോന്നു. VR അനൂപിനെ പോലെയുള്ള യുവ നേതാക്കൾ വരുന്ന ചർച്ചയ്ക്ക് അതൊക്കെ നടക്കും. നോക്കൂ, ഞാൻ അങ്ങോട്ട് 5 തവണ ചോദിച്ചു. അങ്ങേക്ക് ഇതിൽ ഒരൊറ്റ കാര്യത്തിനെങ്കിലും ഉത്തരം പറയാനുണ്ടെങ്കിൽ എനിക്ക് ഇടവേളെടുക്കാൻ പറ്റാത്തതിലേക്ക് പോകാം. ഇതിനകത്ത് ഒരു മിനിറ്റ്, ഈ ചർച്ചയ്ക്ക് വരുന്നതും വരാതിരിക്കുന്നതൊക്കെ വേറെ കാര്യം. പക്ഷെ ചർച്ചകളെ താല്പര്യമില്ല, ചർച്ചകളോട് പൊതുവെ പുച്ഛം. എന്നിട്ട് ഏകപക്ഷീയമായിട്ട് ഈ ആളില്ലാത്ത ഗോൾ പോസ്റ്റ് അവിടെ നിൽക്കട്ടെ. അങ്ങ് ഈ ചർച്ചയുടെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ നാട് മുഴുവൻ ഓടുമല്ലോ VR അനൂപ്. അല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് LDF-ന് ഒരു അജണ്ട ഉണ്ടെന്നേ. LDF എന്താണ് ചെയ്യുന്നത്? എല്ലാ തെരുവുകളിലും എല്ലാ മീറ്റിങ്ങുകളിലും ഇതിനകത്ത് ജനാധിപത്യ വിരുദ്ധത മാധുവിനൊന്നും തോന്നുന്നില്ലേ? ഞങ്ങൾ കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ഇതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ മാധു ചോദിച്ചോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വയനാടുമായിട്ട് തന്നെയാണല്ലോ ചർച്ച. ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം, ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചൊരു സ്ഥലം വാങ്ങിക്കുന്നു. ആ സ്ഥലത്ത് കുടില് കെട്ടി സമരം ചെയ്യുന്ന DYFIയുടെ ജനാധിപത്യ ഇതിനുണ്ടോ? ഇതിന് മറുപടി ഇല്ലല്ലോ അല്ലേ? ഞാൻ എടുക്കാണേ ഒരു ചോദ്യം 10 തവണ ചോദിക്കാൻ എനിക്കൊരു നാളക്കേടില്ലേ? നിങ്ങൾ തന്നെ പറ, പിരിച്ച ഫണ്ടാണ് അല്ലെ? നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അല്ല. ദുരന്തമുണ്ടായ മനുഷ്യരെ, ആ മനുഷ്യരുടെ ഛിന്ന ഭിന്നമായ ശരീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഇവരെ സഹായിക്കാനെന്ന പേരിൽ 1 വർഷവും 9 മാസത്തിന് മുന്നോടിയായിട്ട് ഇവർ പണം പിരിച്ചതാണ്. അത് എത്ര രൂപ പിരിച്ചു, ആ ആപ്പ് എന്ത് ചെയ്തു, അത് ഏത് ബാങ്കിലാണ് നിലവിൽ ഈ പണം സൂക്ഷിച്ചിരിക്കുന്നത്? ഈ 3 ചോദ്യം, ഏത് പിരിച്ച പണത്തെക്കുറിച്ച് ഇവർ ഈ സമൂഹത്തിനോട് പറയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ബാങ്ക് ഏതെന്നും പറയുന്നില്ല? KPCC പ്രസിഡന്റിന്റെയും എന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടിൽ ഈ പണം കിടപ്പുണ്ടെന്നാണ് സതീശൻ ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ പറയുന്നവർക്ക് ഏത് ബാങ്കാണെന്ന് പോലും പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ ബാങ്കിന്റെ പേര് പറയുകയാണെങ്കിൽ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങാനും പുറത്തു വരികയാണെങ്കിൽ വയനാട് ഫണ്ട് പിരിച്ചു പുട്ടടിച്ചതിനെ കുറിച്ച് ജനം അറിയുമെന്ന് ഇവർ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് നേരിട്ട് ചോദ്യം ചോദിച്ചിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ തന്നെ ഇവർ ഒരു വിഷയത്തിൽ
വിഷയത്തിൽ പിരിച്ച പൈസയാണ്. ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന സംഘടനയാണ് അല്ലെങ്കിൽ പാർട്ടിയാണ്. ആ പാർട്ടി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ പിരിച്ച പണം ഇപ്പോൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഈ മണ്ടന്മാർ വിചാരിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ സ്വന്തം അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ഖജനാവെന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയുടെ സ്വന്തം അക്കൗണ്ട് എന്നാണ് ഈ കഴുതകൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുരിതാശ്വാസ നിധിയിലെ പണം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലെ പണം 748 കോടി പിരിച്ചു എന്ന് ഇവർ തന്നെ നാട് നീളെ പറയുന്നുണ്ട്. ഇവർക്ക് എങ്ങനെയാണത് പറയാൻ പറ്റുന്നത്? അതിൽ എത്ര രൂപ ചെലവഴിച്ചെന്ന് ഇവർക്ക് തന്നെ ഇനിയും പറയാൻ പറ്റും. അതിലിനി എത്ര രൂപ ബാക്കിയുണ്ടെന്ന് ഇവർക്ക് തന്നെ ഇപ്പോഴും ഈ നാടിനോട് വിശദീകരിക്കാൻ പറ്റും. അപ്പോഴാണ് ഇവർ പിരിച്ച പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ആരുടെ കണക്ക് പറയേണ്ട കാര്യമില്ല, CPM-ന് കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. നിങ്ങളുടെ പോക്കറ്റിലെ പണമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടിന്റെ പണമാണ്. ആ പണത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് നേരിട്ട് ആവർത്തിച്ച് 10 തവണ ചോദിച്ചിട്ടും ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പിരളുന്നുണ്ടെങ്കിൽ, അധികാരമില്ലാത്ത സമയത്ത് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ഇങ്ങനെ പുട്ടടിക്കുന്നുണ്ടെങ്കിൽ, ഇവരെ അധികാരത്തിൽ കയറ്റിയാൽ ഖജനാവ് കൂടി കൊള്ളയടിച്ചുകൊണ്ട് പോകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. കാര്യം സ്വരാജ് പറഞ്ഞ പോലെ ശവം തൂക്കുകാരാണ്. ശവം കാട്ടി ഈ നാട്ടിൽ പിരിവെടുത്തതിന് ശേഷം ആ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ പോലും തയ്യാറാകാതെ ആ പണം എത്രയെന്നും ആ പണം എവിടെയെന്നും പറയാൻ ഇവർക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ, ഇവരെ അധികാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ലോകത്ത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യരും ഈ അവസ്ഥയിലുള്ള മനുഷ്യരെ പറ്റിക്കാൻ ശ്രമിക്കില്ല. ആ കണ്ണീരും ചിന്ന ഭിന്നവുമായ മനുഷ്യരെ, അല്ലെങ്കിൽ ആ ചോര കണ്ടിട്ട് ആ നിലവിളി കേട്ടിട്ട് അവരുടെ പേരിൽ പണം പിരിച്ചെങ്കിൽ എങ്ങനെയൊക്കെ അത് അവരെ സഹായിക്കാമെന്ന ചിന്ത ഇവർക്കില്ലെങ്കിൽ, ആ പണമെടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും മനുഷ്യപ്പറ്റില്ലാത്ത കുറെ നപുംസകങ്ങളാണെന്ന് നമുക്ക് വിളിക്കേണ്ടി വരും.